മുഖ്യമന്ത്രിയും മറ്റ് 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറ്റിരിക്കുകയാണ്. ഇപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും വലിയ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് എന്തായാലും ഒരു പുതുയുഗത്തിന് ചരിത്രം കുറിച്ചുകൊണ്ട് UDF അധികാരത്തിൽ ഏറ്റ് മുഖ്യമന്ത്രി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് തൻ്റെ ഔദ്യോഗിക ഇരിപ്പിടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഉദ്യോഗസ്ഥരും മറ്റ് ആളുകളൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട്. ഫയലുകളൊക്കെ ഒപ്പിടുന്നുണ്ട്. ആദ്യം തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് നടപടികളിലേക്കൊക്കെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം എപ്പോഴും സന്തത സഹചാരിയായിട്ടുള്ള മുഹമ്മദ് ഷിയാസും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. മുഹമ്മദ് ഷിയാസിനൊപ്പമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അവിടേക്ക് എത്തിയത്. മറ്റു ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഫയലുകളൊക്കെ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുന്നു. അതിലെല്ലാം മുഖ്യമന്ത്രി ഒപ്പിടുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം ഔദ്യോഗികമായിട്ടുള്ള നടപടികളിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അതെല്ലാം ചെയ്യുന്നു. അതിനിടയിൽ തന്നെ മറ്റു പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ആശംസ നേർന്നുകൊണ്ടും അവിടേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമെല്ലാം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ ഒരു മന്ത്രിസഭാ യോഗം ചേരും. അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. അതിന് മുന്നോടിയായിട്ട് നിർണായകമായിട്ടുള്ള പല ഫയലുകളും ഇപ്പോൾ മുഖ്യമന്ത്രി ഒപ്പുവെക്കുകയാണ്. അതിലെല്ലാം മുഖ്യമന്ത്രി ഒപ്പുവെക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ്. ഉദ്യോഗസ്ഥർ ആണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉള്ളത്. അവർ നിർണായകമായിട്ടുള്ള ഫയലുകൾ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുന്നു. അതിലെല്ലാം മുഖ്യമന്ത്രി ഒപ്പിട്ടതിന് ശേഷം പ്രവർത്തകരെ എല്ലാം അഭിവാദ്യം ചെയ്യുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അർജുൻ രാജിലേക്കാണ്. അർജുൻ, സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഗവർണറുടെ ചായ സൽക്കാരം കഴിഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഔദ്യോഗികമായ നടപടികളിലേക്കൊക്കെ മുഖ്യമന്ത്രി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പല ഫയലുകളുമൊക്കെ മുഖ്യമന്ത്രി ഒപ്പുവെക്കുകയും ചെയ്യുന്നുണ്ട്, ഒപ്പിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് ഈ ഒരു നിർണായകമായിട്ടുള്ള ആദ്യ ക്യാബിനറ്റ് യോഗം UDF മന്ത്രിസഭയുടേത് ചേരുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അപ്പോൾ എന്തെല്ലാം ജനപ്രിയ പ്രഖ്യാപനങ്ങളാകും, വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, സർപ്രൈസ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കേരള ജനത ഉറ്റുനോക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് വാർത്താ സമ്മേളനം ഉണ്ടാകുക? സ്വാതി, മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ചുമതലയേറ്റിരിക്കുന്നു. അദ്ദേഹം നോർത്ത് ബ്ലോക്കിലെ 3-ാം നിലയിലെ ഓഫീസിലെത്തി മുഖ്യമന്ത്രി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി എ. ജയതിലക് പൂച്ചെണ്ട് നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള നടപടികളിലേക്ക് വി.ഡി. സതീശൻ കടക്കുകയും ചെയ്തിട്ടുണ്ട്. 10 കൊല്ലത്തിന് ശേഷം കേരളത്തിൽ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ആ മുഖ്യമന്ത്രി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ എത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും ക്യാബിനറ്റ് ആദ്യത്തേത് അല്പസമയത്തിനകം തന്നെ ചേരും. അതിനായി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ സെക്രട്ടേറിയറ്റിനകത്തേക്ക് പോവുകയാണ്. 2-ാം നമ്പർ കാറിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഔദ്യോഗിക വാഹനത്തിൽ സെക്രട്ടേറിയറ്റിനകത്തേക്ക് പോകുന്നത്.